നീയോ? നിന്നെ തേടി നടക്കായിരുന്നു ഞാൻ. എന്താ കാര്യം? അത് മനസ്സിലാക്കി തരാം. ഇതെന്താ പരിപാടി? എന്തെങ്കിലും നാടൻ കളിയാണോ? ലൈക്ക് കൊത്തങ്കല്ല്, സാറ്റുകളി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്? ഇതൊക്കെയാണല്ലോ ഇവളുമാരുടെ സ്പോർട്സ്. ഹേയ്, കൊത്തങ്കല്ല് സാറ്റുകളിയൊക്കെ ഞങ്ങൾ നന്നായി കളിക്കും. അതിനേക്കാൾ നന്നായി ഇന്റർനാഷണൽ ഗെയിമും കളിക്കും, കബഡി. വാട്ട്? കബഡിയോ? എന്തേ? ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ജനിച്ചതേ ഞങ്ങളുടെ മണ്ണില. ഞങ്ങളുടെ ചോരയിലും കബഡിയുണ്ട്. പാവ ഒളിമ്പ്യൻ ഈ പട്ടിക്കാട്ടി ജനിച്ചു പോയി. എന്നിട്ടൊരു കബഡി ടൂർണമെന്റും ഇവളുമാരുടെ കോപ്രായങ്ങളും. എന്തോ കോപ്രായോ? പൊന്നുമക്കൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിലേ നാളെ കഴിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് വാ. ഞങ്ങളുടെ നാടിന്റെ ശൗര്യം എന്താണെന്ന് അവിടെ കാണിച്ചു തരാം. ഒളിമ്പ്യൻ ചന്ദ്രശേഖരന്റെ കപ്പ് കൈവിട്ട അത് ഞങ്ങളുടെ മരണത്തിന് തുല്യ. അപ്പൊ ഞാൻ തീർച്ചയായും വരും. നീ ആ കപ്പ് കൈവിടുന്ന കാണാൻ, നീ ചാവുന്ന കാണാൻ. വാടി. എന്നെ നീ അപമാനിച്ചെന്ന് നീ കണക്ക് പറയും. നാളെ കഴിഞ്ഞുള്ള ദിവസം നിന്റെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച്. കബനി, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തോ റിസോർട്ടിന്റെ പ്രോജക്റ്റുമായിട്ട് വന്നതാ. അപ്പോ നാളെ കഴിഞ്ഞ് കണക്ക് പറയുന്നു പറഞ്ഞത്? ദേഹത്ത് വീണ ചാണകത്തിന്റെ മണം മാറിയിട്ടുണ്ടാവില്ല, അതാ. നീ വാ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് പണിയാവോ സാറേ? ഫേസ്ബുക്കിലിട്ട് സാറിന് ആളാവാനാണെങ്കിലേ വിവരം അറിയേ? ഏയ്, അതൊന്നുമില്ല. എനിക്ക് ഗ്രാമങ്ങൾ വലിയ ഇഷ്ടം. ഇതൊക്കെ എന്റെ കളക്ഷനിലേക്കാ. ഗണേശ, ഇവിടെ ഒരു കാവുണ്ടെന്ന് പറഞ്ഞു. കാണാൻ പറ്റുമോ? പിന്നെന്താ സാറേ, സാറങ്ങ് വന്നാട്ടെ. ദേ, ഞാൻ സ്കൂട്ടായേ. ഗണേശ, വൈകിട്ട് ഗ്രൗണ്ടിൽ കാണാം. ഇവിടെ കബഡി എല്ലാവരും ബ്ലഡിനുണ്ടല്ലേ? ഞങ്ങൾക്ക് ഒരു കളി അറിയൂ സാറേ, അത് കബഡിയാ. പുറത്തൊക്കെ പോയാ ഞങ്ങൾ ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ നാട്ടുകാരെന്നാ പറയാറ്. നിങ്ങളുടെ ടീം സ്ട്രോങ് ആണോ? അതെന്ത് ചോദ്യാ സാറേ. ഈ ടൂർണമെന്റ് തുടങ്ങിയിട്ട് ഇന്നേ വരെ ഞങ്ങൾ ആരും തോൽപ്പിച്ചിട്ടില്ല. 3 വർഷം മുമ്പ് വരെ ചിത്രേച്ചിയായിരുന്നു ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ. അത് കഴിഞ്ഞപ്പോ ഇപ്പൊ കബനിയായി. ചിത്രേച്ചി കാറ്റാണെങ്കിൽ കബനി കൊടുങ്കാറ്റാ സാറേ. കബനി അത്ര ഫേമസ് ആണോ? അവള് ഞങ്ങളുടെ മുത്തല്ലേ സാറേ. ഈ നാട്ടിൽ നന്മ എന്ന് പറഞ്ഞ അതിന്റെ വേറൊരു പേരാ കബനി. അവളെ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് സാറേ. സാറ് നാളെ ഗ്രൗണ്ടിൽ കണ്ടോ? കാത്തിരുന്ന നിമിഷം, പെൺ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടങ്ങൾ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ പെൺ പോരാട്ടം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ മത്സരം ആരംഭിക്കും. പ്രിയരെ, ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ട്രോഫിക്ക് വേണ്ടി നമ്മളെ വെല്ലുവിളിച്ച എടമുട്ടത്തിന്റെ പെൺപട ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഗ്രൗണ്ടിൽ എത്തിച്ചേരും. നമ്മുടെ കബനി കബനി.
എടി കബനിയുടെ അവള് വന്നില്ല. അവളുടെ അമ്മ കലിപ്പില്ല. എന്റെ ദൈവം, ഇനിയിപ്പോ എന്താ ചെയ്യാ? അവൾ എങ്ങനെയെങ്കിലും വരും. ചേട്ടൻ വിട്, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആ നടക്കട്ടെ നടക്കട്ടെ. മോളെ അപ്പൂപ്പ, ദേ കബഡി ഇപ്പൊ തുടങ്ങും. നിങ്ങളുടെ മോളോട് പറ എന്നെ വിടാൻ. അവള് വിടില്ല. ഇന്ന് പണിക്ക് പോകാതെ നിനക്ക് കാവലിരിക്കാനാ ഉദ്ദേശം. അയ്യോ, ആ, നീ മിണ്ടാതിരുന്നാ മതി. വഴി ഞാൻ ഉണ്ടാക്കാം. വാ. എന്ത് വഴി? അതൊക്കെ ഞാൻ പറയാം. വാ. നിന്നെ ഇതിനകത്ത് പൂട്ടിയിട്ടിട്ട് അമ്മയും ഞാനും ഇറങ്ങും. എന്നിട്ട് അവള് കാണാതെ വന്ന് ഞാൻ തുറന്നോളാം. ഓ, ബുദ്ധിരാക്ഷസ്. ആ. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? പോകണ്ട എന്ന് പറഞ്ഞാ പോകണ്ട. അമ്മ പറയുന്നത് അനുസരിച്ചാ മതി. അല്ല, നീ ഇന്ന് പണിക്ക് പോകുന്നില്ലേ മോളെ? ഇല്ല. എന്തിനാ പോകാതിരിക്കുന്നേ? ഞാനിവിടെ ഇതിനകത്തിട്ട് പൂട്ടാൻ പോവുക. ആ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നീ എന്താ നോക്കി നിൽക്കണേ? പണിക്ക് പോ. അപ്പൂപ്പ പ്ലീസ്, പൂട്ടല്ലേ അപ്പൂപ്പ, ഇന്നൊരു ദിവസം പ്ലീസ്. നിന്റെ അമ്മ തീരുമാനിച്ചാൽ അതിന് ഒരു മാറ്റവും. നിന്റെ വേല മനസ്സിരിക്കട്ടെ. അവിടെ കിടന്നാ മതി. അയ്യോ അപ്പൂപ്പ, പൂട്ടല്ലേ അപ്പൂപ്പ, പ്ലീസ് പൂട്ടല്ലേ. അപ്പൂപ്പ ഒന്ന് തുറന്നു വിട അപ്പൂപ്പ. അപ്പൂപ്പ പ്ലീസ് ഒന്ന് തുറക്ക അപ്പൂപ്പ. അപ്പൂപ്പ പ്ലീസ് അപ്പൂപ്പ. അവിടെ കിടക്കട്ടെ. പെൺകുട്ടികളായ അനുസരണ വേണം. നിന്റെ തീരുമാനം കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുള്ളൂ. മോളാ താക്കോലിങ് തന്നെ. വേണ്ടച്ചാ, ഇത് എന്റെ കയ്യിലിരുന്നോട്ടെ. ആ താക്കോലിങ് തന്നേക്ക്. വേണ്ട വേണ്ട, രണ്ട് ഞാൻ വെച്ചോളാം. ഇങ്ങ് തന്നെ. അച്ഛനെ സൂക്ഷ്മതയില്ല, ഞാൻ സൂക്ഷിക്കാം. ഇങ്ങത്താ. അല്ലാതെ അവളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വത്തോടെ അച്ഛൻ ഇതെങ്കിലും ചെയ്തല്ലോ. വാ നടക്ക്. അച്ഛൻ നടക്കച്ചാ. പതുക്കെ. നമ്മുടെ പ്രിയപ്പെട്ട MLA, നമ്മുടെ നാടിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന നമ്മുടെ ജനനായകൻ ശ്രീ ശിവദാസ് കുന്നഞ്ചേരി ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നു. സ്വാഗതം സ്വാഗതം പ്രിയപ്പെട്ട MLA. എല്ലാവരും ഗ്രൗണ്ടിനടുത്തേക്ക് എത്തിച്ചേരുക. മത്സരം ആരംഭിക്കുന്നു. സാർ ഇരിക്കണം സാർ. ഇന്ന് ഈ മത്സരത്തിൽ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേരുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഒരു വമ്പൻ പ്രോജക്ട് തന്നെ കൊണ്ടുവരുന്ന പ്രസിദ്ധ ബിസിനസ്മാൻ ശ്രീ സൂര്യനാരായണൻ അവர்களுം അദ്ദേഹത്തിന്റെ പത്നി മേനക സൂര്യനാരായണനും. വെൽക്കം വെൽക്കം മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൂര്യനാരായണൻ. നിറഞ്ഞ കയ്യോടെയോടെ സ്വാഗതം ചെയ്യാം. പ്രിയമുള്ളവരെ, മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും. വിശിഷ്ടാതിഥികൾ എല്ലാവരും വേദിയിൽ എത്തിച്ചേർന്നു. എല്ലാ നാട്ടുകാരും സ്റ്റേഡിയത്തിനടുത്തേക്ക് വരിക. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇതാ ഇടപെടത്തിന്റെ പെൺപട എത്തിച്ചേർന്നിരിക്കുന്നു. നിറഞ്ഞ കയ്യടിയോടെ ഒരേ മനസ്സോടെ നമുക്ക് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് അവരെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടീം ഇടപെട്ടം, വെൽക്കം. കണ്ടോ, അവൾക്കേറ്റ അപമാനത്തിന് പകരം വിട്ടാൻ അവള് കണ്ടുപിടിച്ച വഴി. ഇതാ രണ്ട് ടീമുകളും എത്തിച്ചേർന്നിരിക്കുന്നു.
രാധികേ, ആ എനിക്ക് രാവിലെ കഴിച്ചത് പിടിച്ചില്ലാന്ന് തോന്നുന്നു. നീ ആ താക്കോലിങ്ങനെ ഒന്ന് കക്കൂസി പോയാലേ ശരിയാവും. രാവിലെ അങ്ങനെയൊന്നും കഴിച്ചില്ലല്ലോ. പിന്നെന്താ പെട്ടെന്ന് വയറ് കേടാവാൻ? കാര്യവും കാരണവും ഒക്കെ പറഞ്ഞാണോ കേടാവുന്നത്? താക്കോലിങ്ങനെ ഇവിടെ സൗകര്യം ഉണ്ടല്ലോ, പിന്നെന്താ? എനിക്കതൊന്നും ശരിയാവൂല. വീട്ടിൽ തന്നെ പറ്റൂ. അറിയാം. ഇപ്പൊ ചെന്നാലല്ലേ അവളെ തുറന്നു വിടാൻ പറ്റൂ. എന്നാലല്ലേ അവൾക്ക് കബഡി കളിക്കാൻ പറ്റൂ. ഞാനേ പൊട്ടിയൊന്നുമല്ല. അപ്പൂപ്പനും മോളും കൂടി ഒത്തു കളിച്ചാ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? അത് നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ. അത് വേണമെങ്കിൽ അച്ഛൻ പോ. മോളെ, അച്ഛൻ പോവാൻ. പ്രിയമുള്ളവരെ, മത്സരം ആരംഭിക്കുകയായി. മത്സരത്തിന്റെ മുന്നോടിയായി ടോസ് ഇടുന്നതിന് വേണ്ടി ഇരു ടീമുകളെയും കോർട്ടിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇരു ടീമുകളും കോർട്ടിലേക്ക് കടന്നു വരിക. പ്ലീസ് കം. റഫറി പ്ലീസ്. ക്യാപ്റ്റൻ പ്ലീസ് കം. പ്രിയമുള്ളവരെ, നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ കബനി ഇതുവരെ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നിട്ടില്ല. ഈ ഗ്രൗണ്ട് മുഴുവൻ ആവേശത്തോടെ പരതുന്നത് ഒരാളെ മാത്രം. എല്ലാ കണ്ണുകളും പരതുന്നത് കബനി, കബനി, കബനി. സ്റ്റോപ്പ് ഇറ്റ്. ഇനി ടോസ് ഇടണം. അത് കഴിഞ്ഞാൽ മത്സരം തുടങ്ങണം. ക്യാപ്റ്റൻ വന്നില്ലെങ്കിൽ വൈസ് ക്യാപ്റ്റൻ വരണം. അതാണ് അന്തസ്. ഓ, ഞങ്ങളുടെ ടീമിനെ കണ്ടപ്പോ നിങ്ങൾ ഗ്രാമവാസികളുടെ ധൈര്യം പോയോ? ചിലരൊക്കെ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നുണ്ടാവും. കബഡിക്ക് ഈ ഗ്രാമത്തിൽ മാത്രമായി പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ഇറ്റ് ഇസ് ആൻ ഇന്റർനാഷണൽ ഗെയിം ആൻഡ് വി ആർ നാഷണൽ പ്ലേയേഴ്സ്. ഒന്നുകിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം, അതർവൈസ് ഒളിമ്പ്യൻ ചന്ദ്രശേഖരന്റെ നാട് തോറ്റു എന്ന് അനൗൺസ് ചെയ്യണം. പ്രിയമുള്ളവരെ, ഇതാ കബനിയുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ടോസ് ഇടുന്നതിന് വേണ്ടി പൽപ്പിനി കോർട്ടിലേക്ക് കടന്നു വരുന്നു. പൽപ്പിനി പ്ലീസ് കം. പ്രിയമുള്ളവരെ, ടോസ് എടമുട്ടൻ ടീം നേടിക്കഴിഞ്ഞു. ഇതാ മത്സരം ആരംഭിക്കുന്നു. നമ്മുടെ കബനി ഇല്ലാതെ മത്സരം ഇതാ ആരംഭിക്കുന്നു. ഹലോ, എവിടെടി അവള് കബനി? നിന്റെ ഒക്കെ ചോരയിലെ കബഡിയുടെ വീര്യം ഇന്ന് ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തീരും. വി ആർ ദ സ്റ്റേറ്റ് ചാമ്പ്യൻസ് ഫോർ ദ ലാസ്റ്റ് 3 consecutive years. ഹെദർ ടീമിന് വില പറഞ്ഞു ഞാൻ വാങ്ങിച്ചതാ ഈ അവസരം. അവളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ. പ്രിയമുള്ളവരെ, ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ സ്മാരക കബഡി ടൂർണമെന്റിൽ കബനിയില്ലാതെ വൈസ് ക്യാപ്റ്റനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പൊരുതാൻ തീരുമാനിച്ചു. ആത്മവീര്യത്തോടെ പൽപ്പിനിത പെൺപട ഇടമുട്ടത്തിന്റെ പെൺപടയെ നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കബനിയില്ലാത്ത ആത്മവീര്യം ഒരുപക്ഷെ നമ്മുടെ ടീമിന് ചെറുതായി ചോദിച്ചാൽ അത് സത്യമാണ് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവള് ഒളിച്ചോടിയതേടി. രംഭയ്ക്ക് മുന്നിൽ നിവർന്ന് നിൽക്കാൻ ഇനി അവൾക്ക് ചങ്കൂറ്റം വരില്ല. ഇതാ ഇടമുട്ടത്തിന് വേണ്ടി കളിക്കുന്ന ദേശീയ താരങ്ങൾ അവരുടെ ഏറ്റവും ഉജ്ജ്വലമായ ഫോമിൽ. പടത്തലവനില്ലാത്ത പട പോലെ, കപ്പിത്താനില്ലാത്ത കപ്പൽ പോലെ.
ഓഫ് എടമുട്ടത്തിന്റെ മറ്റൊരു ദേശീയ താരമാണ് നമ്മുടെ പെൺകിടാങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുന്നത്. നമ്മുടെ പെൺകിടാങ്ങൾ ഒരുപക്ഷെ മാനസികമായി തകർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തകർന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാടിന്റെ പെൺകിടാങ്ങൾ വമ്പൻ പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരാളെയും കാണുന്നില്ലല്ലോ. ഹേയ് ക്യാപ്റ്റൻ, ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണോ? അതെ, അവിടെ തന്റെ ടീം തോറ്റോണ്ടിരിക്കുക. സ്റ്റേറ്റ് ചാമ്പ്യൻസാ നിങ്ങൾക്കെതിരെ ഇറങ്ങിയിരിക്കുന്നത്. എനിക്കിവിടെ ഇറങ്ങാൻ പറ്റാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ തോൽക്കില്ലായിരുന്നു. ഓഹോ, അത്രയ്ക്ക് കോൺഫിഡൻസ് ആണോ? എന്നാ കേറി വാ. കേറി വാടോ. ഇതേ പിടിച്ച് കേറി വാ. നമ്മൾ തമ്മിലൊരു അടിയുടെ കടമുണ്ട്, അതിന്റെ വൈരാഗ്യമുണ്ട്. പക്ഷെ അത് ചിന്തിക്കാനുള്ള സമയമല്ലത്. തന്നെ അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ഗണേശനാ എന്നോട് പറഞ്ഞത്. കേറി വാടോ. മഹാത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ ടീമിന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്നുള്ള നിലയിലാണ് നമ്മുടെ അടുത്തൊരാളെ കൂടി ആ പെൺപടം പിടിച്ചിരുന്ന കാഴ്ച. താൻ വരുന്നില്ലേ? കാഴ്ചയാണ് സുഹൃത്തുക്കളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എടോ, താൻ വരുന്നില്ലേ? അതിൽ പിടിച്ച് കേറി വാ. കേർക്കോ. മുറുക്ക് പിടിക്ക്. വാ. താനിതും ചവിട്ടി അവിടെ എത്തുമ്പോഴേക്കും മത്സരം കഴിയും. താനൊന്ന് മാറ്, എനിക്ക് സംസാരിക്കാൻ സമയമില്ല. അതന്നെ ഞാനും പറഞ്ഞത്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? തനിക്ക് കൃത്യസമയത്ത് അവിടെ എത്തണോ? എന്നാ വാ, ഞാൻ കൊണ്ടാക്കാം. കേറടോ. പ്രിയപ്പെട്ടവരെ,